ഈ കാടിന് മാത്രമായൊരു ഗന്ധമുണ്ട്. കർപ്പൂരമെരിയുന്നതിൻ്റെയും സുഗന്ധദ്രവ്യങ്ങൾ പുകയുന്നതിൻ്റെയും. ഈ കാടിന് മാത്രമായൊരു സംഗീതവുമുണ്ട്. അയ്യപ്പന്മാരുടെ താളാത്മകമായ ശരണം വിളികളും കാറ്റത്ത് വൃക്ഷങ്ങൾ തമ്മിൽ ഉരയുന്ന കറകറ ശബ്ദവും അരുവികളുടെ കളകളാരവവും ചെറുപക്ഷികൾ മുതൽ മലമുഴക്കി വേഴാമ്പലിൻ്റെ വരെ ശബ്ദങ്ങൾ ഒത്തുചേരുന്ന ശുദ്ധ സംഗീതം. യോഗാവസ്ഥയിലേക്ക് എത്തും മുൻപ് അയ്യപ്പൻ എന്ന യോദ്ധാവ് തൻ്റെ സേനാംഗങ്ങളും ഒരുമിച്ച് പടയോട്ടം നടത്തിയ കാടും മേടുമാണിത്. സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ പൂങ്കാവനം. നൂറ്റാണ്ടുകളായി അനേക ലക്ഷം ഭക്തജനങ്ങൾ നടന്നു തെളിച്ച് കാനനപാതയാക്കി മാറ്റിയ ഒറ്റയടിപ്പാത. കലിയുഗവരതനെ കാണുന്നതിനു വേണ്ടി ഈ കാനനപാതയിലൂടെ കല്ലും മുള്ളും ചവിട്ടി കാടും മേടും താണ്ടി ശബരിമലയിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ല. കൊടും കാടിനെയും ഹിംസ്രജന്തുക്കളെയും നേരിടാൻ ആയുധമായി ചുണ്ടിൽ ശരണമന്ത്രം മാത്രം. പ്രകൃതിയിലേക്കും അവനവനിലേക്കുമുള്ള ഒരു മടക്കയാത്ര കൂടിയാണ് ഈ കാനനയാത്ര.